മുഖ്യമന്ത്രി പ്രഖ്യാപനത്തിന് പിന്നാലെ പ്രതിപക്ഷ നേതാവായി പിണറായി വിജയനെ തെരഞ്ഞെടുത്തു. CPIM സംസ്ഥാന കമ്മിറ്റി യോഗത്തിന്റേതാണ് തീരുമാനം. ഏകകണ്ഠേനയാണ് തീരുമാനമെടുത്തതെന്ന് CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പറഞ്ഞു. കസേര മാറുമെങ്കിലും VD സതീശനും പിണറായി വിജയനും കേരള രാഷ്ട്രീയത്തിൽ വീണ്ടും നേർക്കുനേറെത്തുകയാണ്. VD സതീശൻ ആദ്യമായി മുഖ്യമന്ത്രിയായി എത്തുമ്പോൾ പിണറായി വിജയൻ ആദ്യമായി പ്രതിപക്ഷ നേതാവാകുകയാണ്. 10 കൊല്ലം കേരള മുഖ്യമന്ത്രിയായ ശേഷം നിയമസഭാ തെരഞ്ഞെടുപ്പിലെ വൻ തിരിച്ചടിക്ക് പിന്നാലെയാണ് പിണറായി വിജയൻ പ്രതിപക്ഷ സ്ഥാനത്തേക്ക് എത്തുന്നത്. KN ബാലഗോപാലിന്റെ പേരായിരുന്നു പ്രതിപക്ഷ നേതാവ് എന്ന സ്ഥാനത്തേക്ക് ഉയർന്നു വന്നിരുന്നത്. എന്നാൽ പിണറായി വിജയൻ തന്നെ പ്രതിപക്ഷ നിരയെ നയിക്കട്ടെ എന്ന് CPIM സംസ്ഥാന സമിതി യോഗം തീരുമാനിക്കുകയായിരുന്നു. കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവായി സഖാവ് പിണറായി വിജയനെ ഏകകണ്ഠമായിട്ട് സംസ്ഥാന കമ്മിറ്റി തീരുമാനിച്ചിരിക്കുകയാണ്. മറ്റ് കേന്ദ്ര കമ്മിറ്റി അംഗങ്ങളും എല്ലാം പങ്കെടുത്ത സംസ്ഥാന കമ്മിറ്റി യോഗം ഏകകണ്ഠമായിട്ടാണ് സഖാവ് പിണറായി വിജയനെ കേരളത്തിലെ പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ ഇപ്പോൾ തീരുമാനിച്ചിട്ടുള്ളത്. കോൺഗ്രസ് മുഖ്യമന്ത്രിയെ തീരുമാനിക്കാൻ പ്രയാസപ്പെട്ടതുപോലെ പ്രതിപക്ഷ നേതാവിനെ തീരുമാനിക്കാൻ CPIM പ്രയാസപ്പെട്ടില്ലെന്ന് CPIM ജനറൽ സെക്രട്ടറി MA ബേബി. LDFനെ സംബന്ധിച്ചിടത്തോളവും തീരുമാനങ്ങൾ എടുക്കുന്നതിന് യാതൊരു പ്രയാസവുമില്ല എന്നുള്ളത് ഞങ്ങൾ നേരത്തെ പറയാറുള്ളതാണ്. ഇപ്പം നിങ്ങൾക്ക് നേരിട്ട് അനുഭവബോധ്യമായിട്ടുണ്ട്. ഓരോ പാർട്ടിയും ഓരോ മുന്നണിയും എങ്ങനെയാണ്, എവിടെയാണ് ഡെമോക്രസിയും യൂണിറ്റിയും ഉള്ളത്, എവിടെയാണ് ഇതില്ലാത്തത്, അതെല്ലാം മനസ്സിലാക്കാൻ കിട്ടിയ അവസരമാണ്. കഴിഞ്ഞ 5 വർഷം പിണറായിയും VD സതീശനും ഏറ്റുമുട്ടുന്നതായിരുന്നു നിയമസഭയിലെ രാഷ്ട്രീയ കാഴ്ച. സംഭവബഹുലമായ ആ രാഷ്ട്രീയ പോര് ഇനിയും തുടരും. 24 തിരുവനന്തപുരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.